മസാലയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഓഡിയൻസ് ആയിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് കോലിയക്കോട് നോർത്ത് റെസിഡൻസ് അസോസിയേഷനിലെ ചേച്ചിമാരും ചേട്ടന്മാരാണ്. സോ എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മുടെ ഷോയിലേക്ക് നമ്മുടെ താരങ്ങളെ നമുക്ക് സ്വാഗതം ചെയ്യാം. ബിനു അടിമാലി ആൻഡ് ഉല്ലാസ് പന്തളം. ബിനു ചേട്ടാ, ഉല്ലാസ് ചേട്ടാ, രണ്ടുപേർക്ക് സ്വാഗതം. അപ്പൊ എന്നാണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പൊ എന്താണെങ്കിൽ ആ ഒരു സന്തോഷത്തോടെ ആ ഒരു നിറഞ്ഞ മനസ്സോട് കൂടി തന്നെ ഇന്ന് നിങ്ങളെ രണ്ടുപേരെ ഞാൻ നമ്മുടെ സീറ്റിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ ബിനു ചേട്ടാ, ഉല്ലാസ് ചേട്ടാ, നമുക്ക് ഇന്ന് തകർക്കണം. തകർത്ത് പൊളിക്കും. ഓക്കെ. ഇനി കോമഡി മസാലയുടെ ഈ ഒരു വേദിയിൽ ഒരു രസകരമായ സ്കിറ്റുമായി എത്തുന്നു ഫൺ ഫൈറ്റേഴ്സ്. എന്നാ തിരക്കാന്നറിയോ പടത്തില്? എന്റെ പൊന്നെ, കപ്പലിന്റെ വെക്കണോട്ട് എന്ന് പേപ്പർ വായിക്കാൻ പറ്റും. എന്തെല്ലാം വാർത്തകളാണ്. വിപ്ലവകാരി അബുബക്കർ അന്തരിച്ചു. ദുഃഖാർത്തരായ മക്കള് മുനീർ, സുനീർ, ജാഫർ, ജഫീർ, രോഹിണി. അല്ല, ഭയങ്കര വിപ്ലവകാരിയാണെന്ന് പറയുന്നു. അതെ അതെ. എത്ര മക്കളാണ്? 16 മക്കളുണ്ട്. ഇതിന് ഈ വിപ്ലവത്തിനൊക്കെ എവിടെയാണ് സമയം കണ്ടെത്തിയെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. വിപ്ലവം മുഴുവൻ വീട്ടിലായിരുന്നു. അതാ. കപ്പലണ്ടി വേണോ? വേണ്ട വേണ്ട, ശരിയാവത്തില്ല. കപ്പലണ്ടി സൂപ്പർ കപ്പലണ്ടി അല്ലേ? വേണ്ട, ഇപ്പൊ ശരിയാവത്തില്ല. ഈ സമയത്ത് ശരിയാവില്ല. ആണോ? പടം എങ്ങനെയുണ്ട്? പടം സൂപ്പർ പടം അല്ലേ? ഉഗ്ര സിനിമ. ഇവിടെ ഇയാൾ പറയുന്നത് കേൾക്കരുത് കേട്ടോ. എന്തേ? കഴിഞ്ഞ പടത്തിന് ഞാൻ ഇയാളുടെ അഭിപ്രായം കേട്ടിട്ട് ഞാൻ കയറിയതാവും. സൂപ്പർ പടം എന്ന് പറഞ്ഞ് കയറിയിട്ട് ഒരു കാശിന് കൊള്ളത്തില്ലായിരുന്നു. ആര് പറഞ്ഞു കാശിന് കൊള്ളത്തില്ലെന്ന്? എത്ര രൂപയുടെ കപ്പലണ്ടി മേടിച്ചോണ്ടാ കയറിയത്? 150 രൂപയുടെ. 150 രൂപയുടെ കപ്പലണ്ടി തിന്നുക സിനിമ ആണോ? 10 രൂപയുടെ കപ്പലണ്ടി മേടിച്ചിട്ട് കയറണ്ടേ? അല്ലെങ്കിൽ പടം കാണാൻ പറ്റുമോ? 150 രൂപയുടെ കപ്പലണ്ടി ഒക്കെ മേടിച്ചിട്ട് ആരെങ്കിലും സിനിമക്ക് കയറുമോ? എന്നാ പറയാ. അതാ വയറുവേദന എടുക്കണം. ചൂട് കപ്പലണ്ടി 10 രൂപ വേണം. 10. കപ്പലണ്ടി. പിന്നെ പടം പടം കിടിലം പടം. ഇടിയുണ്ടാ? ഇടി പടത്തിലില്ല, പടം കാണാനായിട്ട് ഇടിയുണ്ട്. മമ്മൂക്കട പടം. മമ്മൂക്കട കിടിലം പടം അല്ലേ? കുറെ വർഷങ്ങൾക്ക് ശേഷം ഇത്ര ക്ലിക്ക് ഒരു പടം. 4ാം ഭാഗമല്ലേ? സേതുരാമയ്യർ CBIയുടെ നേരറിയാ CBI 4ാം ഭാഗം. സസ്പെൻസ് ആണ്, സസ്പെൻസ്. ഞാനൊരു മമ്മൂട്ടി ഫാനാ. അല്ല, കാറ്റടിച്ചത്. മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രാന്താ. ഉപദ്രവിക്കും. ഭ്രാന്താന്ന് അങ്ങനല്ല, എനിക്ക് മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ആരാധന ഉണ്ടല്ലോ. അങ്ങനെ പടം സസ്പെൻസ് പടം. പടം സസ്പെൻസ് അല്ലേ എണ്ണം? കൊലപാതകം അല്ലേ? സേതുരാമയ്യർ CBI ഒക്കെ കണ്ടില്ല? നേരറിയാ CBI. കൊലപാതകി ആരാണെന്ന് കറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പടം കണ്ടിട്ട് കാര്യമില്ല. ആരാ കൊല്ലണം അറിഞ്ഞ് പടം കണ്ടോ സസ്പെൻസ് പോയി. പക്ഷെ അതാണ് സംഭവം. ആരാ കൊല്ലണം അറിയരുത്. നമ്മൾ അങ്ങനെ അറിഞ്ഞിട്ട്, കാരണം ഞാൻ തിരുനെൽവേലി സ്ലാബിന്റെ പണിയാ. അപ്പൊ അവിടെ കൂട്ടുകാരൊക്കെ അവിടെ കണ്ടു. ഞാൻ ചോദിച്ചില്ല. കൂട്ടുകാർ കഥ പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഇന്നത് കയറി കണ്ടിട്ട് കാര്യം. എന്റെ അണ്ണ കഥ അറിഞ്ഞു പോയി കഴിഞ്ഞാൽ പടം കണ്ടിട്ട് കാര്യമില്ല. ക്ലൈമാക്സിൽ എഴുന്നേറ്റ് നിന്ന് കൈയടിയാണ്. അതാണ് ഒറ്റക്ക് എല്ലാരും കൊല്ലുകയാണ്. പക്ഷെ ഈ കഥ അറിഞ്ഞിട്ട് ഞാൻ അത് കയറി കണ്ടിട്ട് യാതൊരു കൊലപാതകി ആരാണെന്ന് അറിഞ്ഞിട്ട് കണ്ടിട്ട് കാര്യമില്ല. ജഗദീഷാണ് ടൈലർ മണിയനാവുന്നത്. പക്ഷെ ഈ നാട്ടിൽ ഇതുവരെ ഇങ്ങനത്തെ ഒരു കഥാപാത്രം ചെയ്തിട്ടില്ല. അതാണ് കാര്യം. ജഗദീഷാണ് എല്ലാരും കൊല്ലണം. മൊത്തം ടീമിനെ കൊല്ലും. അതാണ്. പക്ഷെ ഇതിപ്പോ ഞാൻ അറിഞ്ഞു വെച്ചോണ്ട് അകത്ത് കയറി പടം കണ്ടിട്ട് കാര്യമില്ല. ഇനിയിപ്പോ ഞാൻ ഈ പടം കണ്ടിട്ട് യാതൊരു കാര്യമില്ല. താൻ ഈ കടമൊത്തം പറഞ്ഞിട്ട് ഞാൻ പിന്നെ എന്താ കാര്യത്തിൽ അതിനകത്ത് കയറി കാണുന്നത്? ആവശ്യം പറഞ്ഞ താൻ പടത്തിന്റെ കഥ പറയുമോ? എനിക്ക് ആവശ്യമില്ലാത്ത ഒരു കേസ് എന്തൊരു കട്ടമെന്ന് പറയുന്നത്. ഒരാവശ്യം തന്നോട് ഞാൻ ചോദിച്ചു, ഇതിന്റെ കഥ ഞാൻ ചോദിച്ചാൽ എന്റെ പൈസ ഇപ്പൊ പോത്തില്ല. ഞാൻ അത് കയറി പടം കാണുമ്പോ ഗീതാ വിജയനെ മണി തലക്കടിച്ചു പൊന്നടാവേ. അണ്ണ മമ്മൂട്ടിയുടെ ഫാനാണെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഒരു ആവേശത്തിന് കയറിയിട്ട് ഇനിയിപ്പോ ഏത് പടം കാണാൻ പറ്റും? എനിക്ക് ആ പടം കാണാൻ പറ്റും. എനിക്ക് ഒരു കാര്യം ചെയ്യും, മറ്റേ പടം പോയി തോന്നിയ ഞാൻ എന്റെ ഫാമിലി ആയിട്ട് വന്നിട്ട് മറ്റേ പടത്തിനാണല്ലോ ഞാൻ പോണേ. അയ്യോ, മറ്റേ പടം പുലിമുരുക. മറ്റേ തിയേറ്ററിൽ പുലിമുരുകനുണ്ടാ? പിന്നെ സൂപ്പർ പടം. ഞാനൊരു ലാലട്ടൻ ഫാനാ. ഫാനാണെന്ന് പറഞ്ഞു. അല്ല, കഥ മനസ്സിലായപ്പോ മാറ്റി. ഇപ്പൊ ലാലട്ടൻ ഫാനാ. അപ്പൊ മാറുമല്ലേ? ഫാൻസിന്റെ കാര്യമൊന്നും പറയാനൊക്കെ അല്ല. അപ്പൊ മാറും. ഈ പടം സൂപ്പർ പടം പുലിമുരുകൻ. ആണോ? 150ാമത്തെ ദിവസം ഫുൾ ഹൗസ് ഫുള്ളാ. പുലിയെ കാണിക്കൂ. പിന്നെ പുലിമുരുക സിനിമയിൽ എലീനെ കാണിച്ചിട്ട് എഴുതാൻ പറ്റുമോ? പുലിമുരുകൻ പുലിയുടെ സിനിമ അല്ല, അങ്ങനെ വലിയ പുലിയാണോ? അത് അറിയാനുള്ള ഒരു എന്റെ എണ്ണം പോ ചെല്ലി. ചുമ്മാ ഇവിടെ ഞാൻ അതിന്റെ കഥ വല്ലതും പറഞ്ഞു. കഥ പറയണ്ട. ഇല്ല, നമ്മൾ പുലിയെ കാണിക്കുമെന്ന് പറഞ്ഞാൽ പുലിയെ എലിയെ കാണിക്കും. നമ്മള് ചെല്ലി സിനിമ ആണ്. പോ ചെല്ലി പോ. ഇത് വിഷമിക്കാതെ ഞാൻ ചോദിച്ചത്, ഞാൻ അറിയാനുള്ള ഒരു ജിജ്ഞാസ കൊണ്ട് പുലിയെ കാണിക്കില്ലയോ? അതാണ്.
പുലിനെ കാണിക്കുക, വലിയ പുലി. അതാണ് അറിയണ്ട, ആ. അത് മാത്രം അറിഞ്ഞു. പുലി വരെയല്ല, വലിയ പുലിനെയാണ് കാണിക്കുന്നത്. ചെല്ലു പടം കാണുമ്പോ. അല്ല ഈ പുലിയുടെ സംഭവം എന്ന് വെച്ചാൽ പുലിയെ കൊല്ലുമില്ലെന്ന് പറയണ്ട, അതാണ് കാണുമ്പോ ഒരു ഇതുണ്ടല്ലോ, പുലിയെ കൊന്നു കഴിഞ്ഞാൽ. ഇപ്പൊ അണ്ണന്റെ അച്ഛനെ ഞാൻ എന്തായാലും ചെയ്ത അണ്ണൻ എന്ത് ചെയ്യും? എന്റെ അച്ഛനെ ചെയ്യണം. ഇങ്ങനെ വയലന്റ് ആവില്ല, സിനിമയിലെ കാര്യം പറഞ്ഞല്ലേ. ഈ പുലിമുരുകന്റെ ചെറുപ്പത്തിൽ തന്നെ ഇവന്റെ അച്ഛന കാട്ടി വെച്ച് പുലി അച്ചറം പുച്ചറം കടിച്ച് തിന്നെയാണ് ഇവന്റെ മുമ്പിൽ വെച്ചിട്ട്. ഒരു ഇച്ചിരി വേസ്റ്റ് പോലും ഇടാതെ മൊത്തം പുലി തിന്നെയാണ്. പുലിയോട് വൈരാഗ്യമായിട്ട് പിന്നൊരു പാട്ടാണ്. പാട്ടിലിങ്ങായിട്ട് വളർന്നു വന്ന ആരാ? നമ്മുടെ ലാലേട്ടൻ. ഒറ്റ നിപ്പാടി എന്റെ മുന്നേ അവിടെ കയ്യടി ബിസിലടി തിയേറ്ററിൽ ബഹളാണ്. കണ്ടു നോക്കണം 150 ദിവസം. പിന്നെ വിടുവാ ലാലേട്ടൻ നേരെ നമ്മുടെ ചൂണ്ട പോലത്തെ ഒരു കോർത്ത സാധനം ഉണ്ടാക്കി വെച്ചേക്കണി എറിയാൻ. ഏത് പുലിനെ കണ്ടല്ല അപ്പൊ എറിഞ്ഞെറിഞ്ഞ് കൊല്ലിയിടും. പക്ഷെ ഒരു സംഭവം മൈനേനെ നമ്മുടെ ഇൻസ്പെക്ടർ നോട്ടേക്കും വളർത്താനായിരിക്കും. മൈനെ വളർത്തും, നമ്മുടെ മൈനെ വളർത്തും. പുലിമുരുകന്റെ ഭാര്യയാണ് മൈന. ഓ പുലിമുരുകൻ വരെ അവളെ പിടിക്കാനും ഒറ്റ ചവിട്ടാണ്, കഥ തെറിച്ചു പോയത്. പക്ഷെ ഡാഡി അനിയന കഞ്ചാവ് കേസിൽ പ്രതിയാക്കും. അത് ഈ ഡാഡിയെ കൊന്ന കേസിലാണല്ലോ മോഹൻലാൽ പുലിയെ കൊല്ലുന്നത്. അങ്ങനെ അതല്ലല്ല, ഇതിലെ വില്ലനാണ് ഡാഡി ഗിരിജ. ഡാഡി ഗിരിജ. പിന്നെ അവിടുന്ന് അവരെ സേഫ് ചെയ്ത് അണ്ണ എല്ലാരും അടിച്ച് നിരത്തി എന്റെ പൊന്നു ഒന്ന് പറയട്ടെ. ക്ലൈമാക്സിൽ എല്ലാ പുലിനെ കൊന്ന് പുലിയൂര് അടിപൊളിയായിട്ട് വരിക, കിടുക്കനാകും. ഈ പടമാണ് എനിക്ക് ആവശ്യം. അതാണ്, ഇതാണ് എനിക്ക് ആവശ്യം. സൂപ്പർ പടം. ടിക്കറ്റ് കാശാ. ടിക്കറ്റ് അവിടെയാണ് എടുക്കേണ്ടത്. എടാ ഇനിയിപ്പോ ഞാൻ ഈ പൈസ കൊടുത്ത് അവിടെ പോയി ടിക്കറ്റ് വല്ല കാര്യമുണ്ടോ പടം കണ്ടിട്ട്? താൻ എന്തിനാണോ താൻ എന്നോട് ഈ സിനിമ പറയുന്നത്? ആവശ്യമില്ല ഉള്ള താൻ. ഞാൻ പറയും മലയാള സിനിമയുടെ ശാപം എന്ന് പറഞ്ഞാൽ വ്യാജ സീഡി അല്ല, തന്നെ പോലുള്ള കപ്പലിന്റെ ഉറപ്പുകാരാ. എടാ താനൊക്കെ ഈ വരുന്നവരൊരു കഥ പറഞ്ഞു വെച്ചാൽ ആരുടെ സിനിമ ആണ് കൊടുത്താൻ? ഇതെല്ലാം പറയുകയും ചെയ്ത് എന്നെ കൊണ്ട് വെറുതെ ആവശ്യമില്ലാത്ത കേസ് പറയാം. കപ്പലിന്റെ വേണോ ഇനി? കപ്പലിന് വേണ്ട, എനിക്ക് മനസ്സിലായി. കപ്പലിന്റെ വേണ്ടേ? ചിലത്തെ കപ്പലിൽ നിന്നാണ് ഞാൻ നടക്കുന്നത്. ചേട്ടാ ടിക്കറ്റ് കിട്ടി. കിട്ടിയോ? ഓടി അങ്ങോട്ട് ചെണ്ടിക്കല്ലേ. എടീ കഥ മുഴുവൻ ഇയാൾ പറഞ്ഞു, പിന്നെ ഞാൻ എന്ത് കാര്യത്തിനാണ് സിനിമ കാണുന്നത്? ഞാൻ എന്തോ കഥ പറഞ്ഞു. ചേച്ചി ഈ സിനിമ നേരറിയാൻ CBI അണ്ണ മമ്മൂട്ടിയുടെ ഫാനാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കഥ അറിഞ്ഞ അത് കൊലപാതക പടമാണ്, ആരാണ് കൊല്ലണമെന്ന് അറിഞ്ഞിട്ട് പടം കണ്ടിട്ട് കാര്യമില്ല. ഇതിനാണ് പറഞ്ഞില്ലല്ലോ. ജഗദീഷാണ് എല്ലാരെയും കൊല്ലണം, അതാണ് പറഞ്ഞത്, അല്ലാതെ വേറെ ഒന്നും പറഞ്ഞില്ല. ഇങ്ങനെ കഥ മൊത്തം പറഞ്ഞ എന്റെ അടുത്ത് കൂടെ പറഞ്ഞു കൊളാക്കണോ? എന്നാ ഒരു കാര്യം ചെയ്യും, പുലിമുരുകന്റെ ഒന്നും മിണ്ടിയിട്ടില്ല, അത് പോയി കാണാം. അല്ലെങ്കിൽ അപ്പുറത്തെ തിയേറ്ററിൽ ലേലമുണ്ട്, സോമനുണ്ട്, കുത്തിക്കൊല്ലും. സോമൻ എനിക്ക് എന്തോ പോലെ തോന്നുന്നു കേട്ടോ. നിനക്കൊരു ടെൻഷൻ ഉണ്ടല്ലോ വന്ന പോലെ. എന്താ കാര്യം? ഭയങ്കര ടെൻഷൻ. എനിക്ക് നെഞ്ചൊക്കെ എന്തോ വെപ്രാളം എടുക്കും പോലെ തോന്നുന്നു കേട്ടോ. അതെന്തിനാ ടെൻഷൻ അടിക്കുന്നത്? എന്റെ ഭർത്താവായിട്ട് ഇങ്ങോട്ട് വരുമോന്ന് പേടി. പൊട്ടി അവൻ പണിക്ക് പോയിരിക്കില്ല, നീ തന്നെ. എന്നാലും പണിക്ക് പോയിട്ടെങ്ങാനും പണി നിർത്തി ഇങ്ങ് വന്നാലോ? എടി ഇപ്പൊ എന്റെ വീട്ടിൽ അവൻ പണിയുവാ, ഞാൻ പറയൂടാ പണി നിർത്തി വെച്ചാൽ നീ ഒരു സിനിമ കണ്ടിട്ട് വരാൻ ഞാൻ പറയൂ. അങ്ങനെ വിടത്തില്ല, അവിടുന്ന് വിടത്തില്ല. എന്നാലും ഒരു ടെൻഷൻ ചേട്ടാ. പെണ്ണിന് എന്തൊരു ടെൻഷനാണ്. നീ ആ ലാലുവിന്റെ നമ്പറിങ്ങന്നു. ഏത് ലാലു? എന്റെ ഭർത്താവിന് ഒരു ലാലു. 9856 1870. ടെൻഷൻ അടിക്കണ്ട, എന്തിനാ ഞാൻ ഇവിടെ നീ ടെൻഷൻ അടിക്കണം? ഹലോ ലാലു അല്ലേ? അതെ. എവിടെ ഉണ്ട് ഇപ്പൊ? സ്ഥലത്താണല്ലോ. ഇപ്പോഴെങ്ങാനും പുറത്തോട്ടെങ്ങാനും പോകുന്നുണ്ടോ? ഇല്ലെന്നാ തട്ടിന്റെ മേളിൽ ഇരിക്കുവന്നേ. ആണോ? ആ ഓക്കെ. ആരായിരുന്നു? അല്ല റോങ് നമ്പറാ. അല്ല അല്ലല്ല എടി അവൻ തട്ടിന്റെ മോളിൽ ഇരിക്കുക. അവൻ തട്ടിന്റെ മുകളിൽ ഇറങ്ങുമ്പോൾ നമുക്ക് സിനിമയും കണ്ടേച്ച് പാർക്കിൽ പോയി ഒരു റൗണ്ട് ചുറ്റി അടിക്കാനുള്ള സമയം നമുക്ക്. ഐസ്ക്രീം ഇല്ല ഞാൻ മേടിച്ചു തരും. ഞാൻ നിനക്ക് എവിടെ പോകണം? ഞാൻ കൊണ്ടുപോയി പണിപ്പാളും. എന്താ? എന്റെ പെണ്ണുമ്പിള്ളയുടെ വീടിന്റെ അപ്പുറത്തുള്ള അനീഷ് എന്ന് പറഞ്ഞ പയ്യനാ. അവൻ എന്നെ കണ്ട വിഷയവും. കുഴപ്പമില്ല, നീ ടെൻഷൻ അടിക്കണം. നീ അങ്ങോട്ട് മാറിയെന്നോ, നമ്മൾ തമ്മിൽ യാതൊരു ബന്ധമില്ല. ഓക്കെ, ഒരു പ്രശ്നമില്ല. അങ്ങനെ ഒന്നും പേടിക്കാൻ. മനസ്സിലായില്ലേ എന്നെ അനീഷ്? ഞാൻ ഗോപിയല്ല സുഹൃത്തേ. വല്ല പണിയുണ്ടോ? എന്റെ വീടിന്റെ അടുത്ത് ചേട്ടൻ കെട്ടിയേക്കണത് എന്നെ മനസ്സിലായില്ലേ? താമ്പോടെയൊക്കെ നീ ഏതാ? എനിക്കറിയാൻ പാടില്ല എന്നെ. എന്ത് പുള്ളി എന്റെ വീടിന്റെ അടുത്ത് കെട്ടിയേക്കണ പുള്ളി വർഷങ്ങളായിട്ട് പരിചയമുള്ളാണ്ട് പുള്ളിക്ക് എന്നെ അറിയാൻ പാടില്ല. ഗോപിയല്ല, മുൻഗോപിയാ. എന്തൊരു ചൂടാ, വെറുതെ ആവശ്യമില്ല നമ്മളൊരു സിനിമാ കഥ പറഞ്ഞു പറഞ്ഞു. എനിക്ക് തോന്നേ ഒരുപോലത്തെ 7 പേരുണ്ടല്ലോ. അങ്ങനെ ആരെങ്കിലും രൂപ സാഹചര്യമുള്ള ആരെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളോട് വഴക്കിടേണ്ട കാര്യം അറിയാൻ പാടില്ല. അതാണ് മോനെ. എന്തുണ്ടാ വിശേഷം? ചേട്ടൻ അറിയില്ലാന്നല്ലേ പറഞ്ഞത്? കപ്പലിന്റെ ഉണ്ടാ? വേണ്ട, എനിക്ക് കപ്പലിന്റെ വേണ്ട. എടാ നിന്റെ ഗോപിച്ചേട്ടനാണ് ഞാൻ. ആദ്യം പറഞ്ഞ എല്ലാരും മുമ്പിൽ ചേട്ടൻ അറിയില്ലാന്ന് പറഞ്ഞല്ലോ. എടാ തമാശ പറഞ്ഞാൽ തമാശ പറഞ്ഞാണ് ഞാൻ. തമാശ പറഞ്ഞാണ് പിന്നെ എന്നെ ഈ തിയേറ്ററിന്റെ അവിടെ ഒക്കെ ഇങ്ങനെ വെച്ച് കണ്ട കാര്യം നീ അവിടെ ചെന്ന് അവിടെ ആങ്ങളയോടോ അമ്മായോ അങ്ങനെ പറയാൻ നിൽക്കണ്ട. ചേട്ടൻ കണ്ടു പറഞ്ഞ തന്നെ അല്ലല്ല, അങ്ങനല്ല. ഞാൻ ഈ പെങ്കൊച്ചുമായിട്ട് ചുറ്റിക്കറങ്ങി സിനിമ പറയാം. ഈ പെങ്കൊച്ചായിട്ട് ഞാനുമായിട്ട് വന്നിട്ട് അങ്ങനെ പറയണ്ട. എനിക്കറിയാൻ പാടില്ലായിരുന്നു. ചേട്ടൻ ഇപ്പൊ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ചേട്ടൻ പെങ്കൊച്ചായിട്ട് വന്നെന്ന്. കുഴപ്പമില്ല.
ഞാൻ പറയല്ല അതെ എനിക്കൊരു ടിക്കറ്റ് എടുത്തരാം കൂട്ടുകാരൻ ടിക്കറ്റ് എടുത്തരാന്ന് പറഞ്ഞു ഞാൻ വന്നിട്ടില്ല ഒരു 500 ഉണ്ടാവും എടുക്കാൻ കഴിയും. അല്ല 500 രൂപ ഇപ്പൊ എന്റെ പെട്ടെന്ന് ചോദിക്കുമ്പോഴത്തേനെ അതാണ് ഇല്ലാത്തതുകൊണ്ട് അല്ല കുഴപ്പമില്ല ഞാൻ വീട്ടിൽ പോയിട്ടേ അല്ല വീട്ടിൽ പോയി ഒന്നുകൂടാ നിനക്ക് 1000 രൂപ ഞാൻ തരൂലേ 1000 രൂപ വരില്ല പിടിച്ചാ 500 മതിയാ ആ 500 മതി ഇപ്പൊ തൽക്കാലം 500 മതി അപ്പൊ ഇപ്പൊ ഓക്കെ ആരോടും പറയാൻ നിൽക്കില്ലാട്ടാ അടിപൊളിയായിട്ടോ കപ്പലിനെ വേണ്ടിയിട്ട് പോ, കപ്പലിനെ വേണ്ട പിന്നെ ഞാൻ ബിരിയാണി കഴിച്ചാൽ ബിരിയാണി ആ ആവശ്യമില്ലാത്ത കേസ് ആവശ്യമില്ലാത്ത കേസ് ഒരാവശ്യമില്ലാത്ത കേസ് തൊലി കളഞ്ഞ കപ്പലിനെ എടുക്കട്ടെ. വണ്ടികളെ ചന്നാലെ പോലെ ഞാൻ നിൽക്കും അപ്പൊ തന്റെ ഒലികളെ ഞാൻ അപ്പണ്ടീനെ അല്ല, വല്ല കാര്യമുണ്ടോ ചെന്ന് തല വെച്ച് കൊടുക്കുക? അവൻ ശ്രദ്ധിക്കാതെ പോയതല്ലേ, വല്ല കാര്യം. ഞാൻ അറിഞ്ഞില്ലല്ലോ അവൻ അറിയത്തില്ലെന്നുള്ള എനിക്ക് അറിഞ്ഞൂടായിരുന്നു എന്ത് നമ്മളിത് എത്ര ഇത് ഇവിടെ നിന്ന് കാണാണ്. കുഴപ്പമില്ല നീ വാ ചെല്ല്, ചെല്ല്. ആദ്യം നമുക്ക് പിടിക്കാം. വേറെ വിഷയമുണ്ടോ? ഇതേ. ആരാ എങ്ങോട്ടാ അത് കൊള്ളാം വന്ന് സിനിമാ തിയേറ്ററിൽ ആവാസന്മാരെയും ഭൂവാലന്മാരെയും ചെല്ലും കാരണം ഫാമിലി ആയിട്ട് സിനിമയ്ക്ക് കയറാൻ പറ്റുന്നില്ല അതും സ്വന്തം ഭാര്യയായിട്ടൊരു സിനിമയ്ക്ക് കയറാൻ പറ്റുന്നില്ല അങ്ങനെ അങ്ങനെ എന്റെ ഭാര്യയാണ് സുഹൃത്തേ തന്റെ ഭാര്യയാണോ ആ അവള് പറയാം അവൾ ഊമ അവൾ മിണ്ടത്തില്ലല്ലോ അപ്പൊ എന്ത്? അവള് ഊമയല്ല ഉമ എന്റെ ഭാര്യ എന്റെ ഭാര്യ കപ്പലത്തുണ്ടോ തുലികളെ ഹലോ ഹലോ ലാലുവല്ലേ അതെ ലേലുവല്ലേ ഗോപി ആണോ നീയല്ല ഗോപി അപ്പൊ ഞാനാ ഗോപി അപ്പൊ നീയാണ് എന്റെ ഭാര്യ എന്നെ സ്ഥിരമായിട്ട് വിളിക്കുന്ന ഗോപി ഞാൻ പക്ഷെ ഇന്നലെ ഞാൻ വിളിച്ചിരുന്നു ആ. ഇന്നലെ ഞാൻ വൈകിട്ട് വിളിച്ചത് ആക്ച്വലി നിങ്ങൾ ഫ്രീ ആണെങ്കിൽ നമുക്കൊന്നിച്ച് സിനിമയ്ക്ക് വരാം എന്ന് പറയാനാണ് ഞാൻ ഇന്നലെ വിളിച്ചത് എന്തിനാടാ നമ്മൾ ഒന്നിച്ച് പടത്തിന് അല്ല അപ്പൊ പെങ്ങള് കുട്ടി പറഞ്ഞു ഏട്ടൻ ഫ്രീ അല്ല ഏട്ടൻ തട്ടിന്റെ പണിക്ക് പോയി അതുകൊണ്ട് പെങ്ങളെ കുട്ടി ആങ്ങളെ കുട്ടിയായിട്ട് വരാന്ന് പറഞ്ഞു അങ്ങനെ വന്നു അല്ല യാതൊരു ദുരുദ്ദേശവും അതിനകത്ത്. ആങ്ങളെയും മങ്ങളും കൂടെ അങ്ങനെ വന്നതാണ് ആങ്ങളെയും മകളും കൂടെ അങ്ങനെ വന്നതാണല്ലേ നിങ്ങൾ പറ എടി നാളെ കൊണ്ടോടി നിനക്ക് സ്വന്തം ഭർത്താവിനെ പണിക്ക് വിട്ടിട്ട് പലരും കൂടെ സിനിമയ്ക്ക് എന്നെ കുറിച്ച് ഓർത്തോ നീ നമ്മുടെ മക്കളെ നീ രാവിലെ എന്നെ തന്നെ വിളിച്ചു പറഞ്ഞ നീ രാവിലെ എന്നെ അടുത്ത് വിളിച്ചു പറഞ്ഞ നിന്റെ പുനലൂരുള്ള മാമന് അസുഖമാണ് പുള്ളി ഹോസ്പിറ്റലിലാണ് ഞാനിന്ന് പോയി കണ്ടോട്ടെ ചേട്ടാന്ന് ഞാൻ പറഞ്ഞു നീ പൊക്കോ വൈകുന്നേരം ഞാൻ വരാമെന്ന് പറഞ്ഞു ഇതെടുത്ത് ഇതാണല്ലേ നിന്റെ ബാബു മാമൻ നിന്റെ അസുഖം ഞാൻ മാറ്റിത്തരാ എനിക്ക് അസുഖമില്ലട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല നാണയില്ലോടോ വല്ലവരുടെയും ഭാര്യയായിട്ട് സിനിമക്ക് വരാനായിട്ട്? നാണയില്ല തനിക്ക്? താൻ എരുതിയിൽ എണ്ണ ഊരി ഒരിക്കല്ലേ എന്നെ കപ്പലിന്റെ കറുത്ത് പോയത്. സത്യം പറഞ്ഞാൽ 500 രൂപയുടെ ഗുണം ചെയ്തിട്ട് എനിക്കായി പുള്ളിക്കാൻ എന്താ 500 രൂപ? പുള്ളിക്കാരൻ ഇപ്പൊ സിനിമ കാണാൻ തിയേറ്ററിൽ വന്നെന്ന് വെച്ചു 500 രൂപ ടിക്കറ്റ് എടുത്ത് കപ്പലിന്റെയൊക്കെ മേടിക്കുന്ന 500 രൂപ പോകുമോ? ഓ ഇതാകുമ്പോ അവളെ കൊണ്ട് ഞാൻ എന്റെ ചെലവിൽ കൊണ്ടുവരുന്നു പുള്ളിക്ക് വൈറ്റ് ചെയ്യുന്ന കഥ പറഞ്ഞു കൊടുത്താൽ പ്രശ്നം ഇല്ല. അതെ സംഭവം അവന് ഉപകാരം ചെയ്തേക്കണം. എന്ത് പറയാ ഇപ്പൊ നിങ്ങളുടെ ഭാര്യ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് കഥ പറഞ്ഞു തരും. അപ്പൊ കണ്ണിന്റെ കാഴ്ച നിലനിൽക്കും, കാരണം കണ്ണടിച്ചു പോലെ നിങ്ങൾക്ക് ഗുണമാ. നിന്റെ ഭാര്യയാണ് വല്ലവരും കൂടെ സിനിമയ്ക്ക് നീ സഹിക്കുവോ? ഞാൻ സഹിക്കും. കൊടുകൈ അവള് 3 പോയിട്ട് 3 കൊല്ലം ഇതുവരെ വന്നിട്ടില്ല, ഞാൻ സഹിച്ചില്ല. ഒരു കുഴപ്പമില്ല, നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റ് അല്ല ഇത് പോരെ കയറ്റി വെച്ചു. നാളെ മാറി നിനക്ക് നീ സഹിക്കുവോളാ? ഞാൻ സഹിക്കില്ല. അതെന്താ? അല്ലെ പിന്നെ ഞാൻ തന്നെ പോലെ മണഗുണാഞ്ച ഭർത്താവായിരിക്കും. എന്നെ ഇവള് മണമണാക്കിയതാണ് നീ എന്നെ. നീ എന്നെ കുറിച്ച് നമ്മുടെ ചെഞ്ചൂരും പോണിനെ കുറിച്ച് ഓർത്തോടി നീ. ഇല്ല ഇനി നീ ആയിട്ട് ജീവിക്കുന്ന പരിപാടിയില്ല. ഡൈവോഴ്സ് 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 ഡൈവോഴ്സ്. പൊന്നൂസേ ടിക്കറ്റ് കിട്ടി പടത്തിന് ടിക്കറ്റ് കിട്ടിന്ന്. ആരെ? പൊന്നൂസ് എന്നെ അല്ലല്ലേ വിളിച്ചത്? അല്ല എനിക്ക് താല്പര്യമില്ല പുള്ളി അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണേ ഓക്കെ അല്ലേ? വാ പൊന്നൂസേ കളിക്കുന്നോട് കയ്യ് കളിക്കല്ലേ പ്രാന്തിയാ. കാക്കയ്ക്ക് പോലും വേണ്ടാത്ത തന്റെ കൂടെ സിനിമയ്ക്ക് വന്ന ഞാൻ പ്രാന്തിയാണ് അല്ലേ ചേട്ടാ? ശരിയാ. ഇത് കപ്പലട്ടി വർക്കണ ചട്ടകം പോലെ ഇരിക്കണം നിന്റെ കൂടെ ഒക്കെ സിനിമയൊക്കെ വന്ന പെണ്ണിനെ നമ്മൾ അതൊക്കെ ഇവിടെ നിൽക്കട്ടെ. ഇതാരുടെ പൈസ? എനിക്കറിയാവാ ഇതാരുടെ ഫോട്ടോ എന്റെ പേഴ്സ് ആണേ? എന്റെ പേഴ്സ് പേഴ്സ് കള്ളി പോക്കറ്റടിക്കാരിയാണ്. ചേട്ടാ ഇത് നോക്ക്, ഇത് ഇങ്ങേരുടെ ഫോട്ടോ ആണ്. അതെ ഇങ്ങേരുടെ ഐഡി കാർഡ്. അതെ. ഇതും തന്ന് 2 ടിക്കറ്റ് എടുക്കാൻ ഇയാൾ എന്നെ പറഞ്ഞു വിട്ട്. ഇപ്പൊ ടിക്കറ്റ് കൊണ്ടുവന്നപ്പോ ഇയാൾക്ക് എന്നെ അറിയത്തില്ലെന്നാ. ഞാൻ നിന്നെ ചേട്ടാ ആദ്യമായിട്ടാ നോക്ക് ചേട്ടാ. ഇത് പുള്ളിയാണല്ലോ. ആണേ? ചേച്ചി ചേച്ചി നോക്കേ. എന്റെ ഭാര്യയുടെ എന്റെ പേഴ്സ് കാണിക്കണോ? എന്റെ ഭാര്യയുടെ എന്റെ പേഴ്സ് കാണിക്കണോ? ചേട്ടന്റെ ഭാര്യ എന്റെ ഭാര്യ എടുത്ത് കാണിക്കണ്ടല്ലോ. ചേട്ടാ ഇങ്ങോട്ട് വാടി. നീ ആരാടി? ഞാൻ ആശാ വർക്കർ. അതൊക്കെ എനിക്കറിയാം. കൊച്ചമണി
എന്റെ ഭർത്താവുമായിട്ട് നിനക്ക് എന്താടി ബന്ധം? അത് എനിക്ക് വർക്കില്ലാത്ത ഈ ചേട്ടൻ എന്നെ വിളിക്കും. ഞങ്ങൾ രണ്ടും കൂടി ഈ തിയേറ്ററിൽ വന്ന് ഇടയ്ക്കിടയ്ക്ക് ഓരോ സിനിമ കാണാറില്ലേ? അയ്യോ ചേട്ടാ, നമ്മൾ ബാഹുബലി ഈ തിയേറ്റർ 7 പ്രാവശ്യം കണ്ടോ? 7 പ്രാവശ്യം ബാഹുബലി കണ്ടെന്ന് എനിക്കതിന്റെ കഥ പോലും ഓർമ്മയില്ല. നീ സിനിമ കാണാൻ പറ്റല്ലോ, കഥ ഓർക്കാൻ. എടാ മുതുക്കാ, നിനക്ക് നാണം ഉണ്ടോ? നിനക്ക് എടാ സ്വന്തം ഭാര്യനെ ഉപയോഗിച്ചിട്ടും അന്യോന്റെ ഭാര്യയായിട്ട് സിനിമാ തിയേറ്ററിൽ വരാൻ തനിക്ക് നാണം ഉണ്ടോ? തനിക്ക് ഒന്നുമില്ല. തന്റെ മക്കള് ചിഞ്ചുനും മിഞ്ചുനും കുറിച്ച് താനം കൊടുത്തോ. നമ്മൾ മാന്യന്മാർ ഇതിൽ ഇടപെടണം. ഹലോ, ഇത് എങ്ങോട്ടാ കത്തിക്കേറി പോണം? അയാളുടെ ഭാര്യയായിട്ടാ നീ സിനിമയ്ക്ക് വന്നേക്കുന്നത്. തനിക്ക് എന്തിനാണ്? എന്റെ സുലേന ചേച്ചി, ഈ ചേച്ചി ഒന്ന് കേൾക്കണോ? ഓരോ പുതിയ സിനിമ ഇറങ്ങുമ്പോഴും ഞാൻ ഇങ്ങനെ അടുത്ത് കെഞ്ചി പറയും എന്നെ കൊണ്ട് കാണിക്കൂല ചേച്ചി. അതുകൊണ്ടാണ് ഞാൻ ഈ ഗോപി ചേട്ടനോട് വന്നത് സിനിമ എടി പൊട്ടി, അവൻ മറന്നേക്കാണ്. അത് ഓർമ്മിപ്പിക്കുന്നില്ല ആവശ്യമില്ല. അതൊക്കെ പോട്ട് കേട്ടി. ഇതൊന്നുമല്ല പ്രശ്നം. നേരം വെളുത്ത് 4 മണിക്ക് എണീറ്റ് ഞാൻ 2 പൊതി ചോറുണ്ടാക്കും. ഒന്ന് എന്റെ ഭർത്താവിന്, മറ്റേത് എന്തിനാന്ന് ചോദിക്കുമ്പോ പറയും അനാഥാലയത്തിന് കൊടുക്കാനെന്ന്. ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഈ ബാഹുബലിയുടെ അനാഥാലയം ഈ നിൽക്കുന്ന ദേവസേനയാണ്. എനിക്ക് മനസ്സിലായി ചേച്ചി. നിങ്ങൾ എന്താ എന്റെ അടുത്ത് പറഞ്ഞത്? നമ്മുടെ മക്കളെ കുറിച്ച് ഓർമ്മിച്ചോ? നിങ്ങൾ ഡിവോഴ്സ് വേണം. എന്തൊക്കെ എന്റെ അടുത്ത് പറഞ്ഞത്? അതെ, എന്റെ കപ്പലട്ടി കച്ചവടത്തിന്റെ അവിടെ കിടന്ന് വെള്ളം ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീ വന്നേ, ഒരു കാര്യം എന്തായാലും രണ്ടുപേരും കറക്റ്റായിട്ട് ഒരു തിയേറ്ററിൽ തന്നെ വന്നല്ല. ഇത് ഞാൻ ഒരുപാട് കാണുന്നതാണ്. ഒരു കാര്യം ചെയ്യ്, കോംപ്രമൈസ് ചെയ്യ്. ടിക്കറ്റ് എടുത്തില്ലേ? രണ്ടുപേരും കൂടി സിനിമയ്ക്കോ? നിങ്ങൾ രണ്ടുപേരും കൂടി, നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടി പോയി എന്തായാലും കണ്ടല്ല. മെനക്കേട് കാശ് കിട്ടത്തില്ല. ഞാൻ പിന്നെ ആരോട് പോകും? മെനക്കേട് കാശ് അവളെ വിളിച്ചോണ്ട് പോകും. കുട്ടി അത് സ്ഥിരം അല്ല, എനിക്ക് ആരായാലും കുഴപ്പമില്ല. ഓക്കെ അല്ലേ? കുഴപ്പമില്ല. ഓക്കെയാണോ? ഓക്കെ. നമ്മൾ എത്ര കാണാണ്. കൊച്ചമ്മണി പോയി. ഒരൊറ്റ കയറ്റുന്നത് കൊച്ചമ്പണിയാ. എടോ, സ്വന്തം ഭാര്യ നിൽക്കുമ്പോ എനിക്കൊക്കെ നിങ്ങൾ ഒരുമിച്ച് പോ, ചെല്ലി പോ, ഉടനെ പോ. ചേട്ടാ 2 ചിക്കൻ എടുത്തു ചേട്ടാ. ഞാൻ വരുന്നില്ല നിന്റെ കൂടെ സിനിമയ്ക്ക്. നിങ്ങൾ പോ, സ്വന്തം ഭാര്യയല്ലേ, 2 ടിക്കറ്റ് ഇല്ലേ, നിങ്ങൾ പോ. എടോ, ഞാൻ പോണില്ലെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഈ 2 ടിക്കറ്റ് എന്ത് ചെയ്യും? ഞാൻ പോണില്ല, ഞാൻ വരുന്നില്ല. ഉറപ്പിച്ചാ പോണില്ലേ? ഉറപ്പിച്ച് 2 ടിക്കറ്റ് ഉണ്ടാ? ഉണ്ട്. നിങ്ങൾ പോണില്ലല്ലോ? ഞാൻ പോകുന്നില്ല. എന്നാ പിന്നെ ഞാൻ വരട്ടെ. രാജേഷ് ഏട്ടാ, ഇത് എന്തായിരുന്നു? ആകെ മൊത്തം ഒരു വിപ്ലവകരമായ സ്കിറ്റ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇഷ്ടമായെന്ന്. എനിക്ക് സത്യം പറഞ്ഞ തിയേറ്ററിന് ചുറ്റും ഇത്ര മാത്രം അവിഹിത ബന്ധങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി തന്നത് ഈ ഒരു സ്കിറ്റാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ഉല്ലാസേട്ടാ, എന്താണ് ശരിക്കും ഈ സ്കിറ്റിൽ ഏറ്റവും ഉല്ലാസേട്ടന് ഇഷ്ടപ്പെട്ടത് ഏതാ? ഏറ്റവും ഇഷ്ടപ്പെട്ടെന്നല്ല, മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. നമ്മുടെ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ നടക്കുന്ന ഒരു സംഭവം, അതിൻ്റെ ഏറ്റവും മൂകസാക്ഷി എന്ന് പറയുന്നത് കപ്പലണ്ടി കച്ചവടക്കാരനാണ്. അതെ, ഈ കുടുംബങ്ങളല്ല, അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ഒരുപാട് സംഭവങ്ങളെ ഞാനിത് കാണുന്നുണ്ട്. അപ്പം ഇതിനിടയ്ക്ക് സ്വന്തം ഭാര്യയെ മൂന്നാർ പോയിട്ട് വന്നിട്ടില്ല, 3 വർഷം വന്നിട്ടില്ല, 3 വർഷമായി. ഇപ്പോഴും കാത്തിരിക്കുകയാണ്. ഇപ്പോഴും പുള്ളി കാത്തിരിക്കുകയാണ്. ഇതൊന്നും വലിയ വിഷയമൊന്നുമല്ല. എൻ്റെ ഭാര്യ മൂന്നാർ പോയിട്ട് 3 വർഷമായി. അപ്പോൾ ഇതൊന്നും വലിയ വിഷയമല്ല എന്നാണ് പറയുന്നത്. ഷൈജു പറയത്തില്ലേ, എൻ്റെ സ്വന്തം ഭാര്യയുടെ പേഴ്സ് കാണിക്കരുത് എന്ന് പറയുമ്പോൾ ആ കവിതയുടെ ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു. കിട്ടില്ലായിരുന്നു, സൂപ്പറായിരുന്നു. അതുപോലെ തന്നെ സന്ധ്യയും കവിതയും മത്സരിച്ച് അഭിനയിച്ചു. പിന്നെ ശ്യാമ, ഷൈജുവിൻ്റെ അടിപൊളി സീനായിരുന്നു, അടിപൊളി ക്യാരക്ടറായിരുന്നു ഇന്നത്തെ. സൂപ്പറായിരുന്നു കേട്ടോ, നന്നായിട്ടുണ്ട്, അടിപൊളി. രണ്ടുപേരും എന്താണെങ്കിലും അവിഹിത ബന്ധം കാണിക്കാൻ ഇവർ രണ്ടുപേരും കഴിഞ്ഞിട്ട് വേറെ ആളുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ മിനിച്ചേട്ടാ, ആദ്യം സ്കിറ്റിനെ കുറിച്ച് പറയാം. സ്കിറ്റ് നിസ്സാര ചെറിയൊരു ത്രെഡായിരുന്നു. തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ വെച്ച് നടക്കുന്ന ഒരു 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 സന്ദർഭം, അത് അടിപൊളിയായിട്ട് ചെയ്തു. ഇതേപോലെയാണ് നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഇതേപോലത്തെ കപ്പലണ്ടിക്കാർ കാണും, അല്ലെങ്കിൽ കടപ്പുറത്താണെങ്കിൽ തണ്ണിമത്തം വിൽക്കണവർ, കരിക്ക് വിൽക്കണവരൊക്കെ കാണും. ഞാനൊരു ദിവസം ചെറായി ബീച്ചിൽ പോയി. ചെറായി ബീച്ചിൽ കരിക്കൊക്കെ കുടിക്കാൻ വേണ്ടി നിന്നപ്പം ഒരു പെണ്ണ് വന്ന് ഫോട്ടോ എടുത്തിട്ട് അവർ ഗ്യാങ്ങായിട്ട് വന്ന് ഫോട്ടോ എടുത്ത് അവരങ്ങ് പോയി. 2 ദിവസം കഴിയുമ്പോൾ ഞാനും വൈഫൊക്കെ ആയിട്ട് കടപ്പുറത്ത് ചെന്നപ്പോയി അവിടെ കരിക്ക് കുടിക്കാൻ ഞാൻ നിന്നൊക്കെ വൈഫൊക്കെ ആയിട്ട്. അപ്പോൾ അവർ ചോദിക്കുക, ഇന്നാൾ വന്നപ്പം വേറൊരു പെണ്ണുമായിട്ടാണല്ലോ വന്നതെന്ന്. അപ്പം അവിടെ നമ്മൾ ഒട്ടും പതറിയില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് 2 ഭാര്യമാരുണ്ട്, അല്ലാതെ എന്ത് പറയുമോ അവിടെ, ഭാര്യയുടെ മുമ്പിൽ രക്ഷപ്പെടാൻ അതല്ലേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞ പോലെ നല്ല ഗംഭീരമായ സ്കിറ്റായിരുന്നു. ഈ ഷൈജു പുന്നപ്ര വന്നിട്ടേ എനിക്കതൊരു ഫീലായിപ്പോയി. എടി, നീ എന്ത് പണിയടി കാണിച്ചത്? നീ എന്നെക്കുറിച്ച് ഓർത്തോ? നമ്മുടെ ചിന്നുനെ മിന്നുനെ കുറിച്ച് ഓർത്തോടി നീ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴേ
ഞാൻ കരുതും ഒരു ചതിയായി പോലെ കോമഡി സ്കിറ്റിനകത്ത് ഒരു ഫീൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണല്ലോ. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞപ്പോഴാ അടിപൊളി. അപ്പൊ ആകെ മൊത്തം ഒരു അടിപൊളി സ്കിറ്റ് ആണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഓഡിയൻസിനോട് ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ സ്കിറ്റ്? അടിപൊളി സ്കിറ്റ് ആയിരുന്നു, ഒന്നും പറയാനില്ല. ചിരിച്ച് എല്ലാവരും നല്ലവണ്ണം ചിരിച്ചു. സോ ഇനി നമ്മുടെ പെർഫോമൻസിൽ നമ്മുടെ ഓഡിയൻസ് എത്ര സ്റ്റാർസ് ആണ് തരുന്നത് നമുക്ക് നോക്കാം. സോ ഓഡിയൻസ്, നമ്മുടെ ഈ ഒരു അടിപൊളി സ്കിറ്റിന് നിങ്ങൾ എത്ര സ്റ്റാർസ് ആണ് കൊടുക്കുക? സൂപ്പർ. സോ യെസ്, അപ്പോൾ നമ്മുടെ സ്കിറ്റിന് അങ്ങനെ 4 സ്റ്റാർസ് ആണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു സമ്മാനം നൽകുന്നതിനായി ബിനീഷ് ചേട്ടനെയും ഉല്ലാസ് ചേട്ടനെയും സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്തു. കോമഡി മസാലയുടെ ഈ ഒരു വേദിയിൽ അടുത്തതായി നമുക്കൊരു സ്പെഷ്യൽ പെർഫോമൻസ് കാണാനുള്ള സമയമാണ്. സോ സ്പെഷ്യൽ പെർഫോമൻസുമായി വേദിയിലേക്ക് എത്തുന്നു കിരൺ മോഹൻ. കിരൺ എവിടെ നിന്നാണ് വരുന്നത്? കൊല്ലം കുണ്ട്ര. കൊല്ലം കുണ്ട്ര. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സിന് ട്രെയിനിങ്ങിന് വരുന്ന പിള്ളേരുടെ ഹെൽത്ത് ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യാണ്. ഓക്കെ, ട്രെയിനിങ് പിള്ളേരെ ട്രെയിൻ ചെയ്യുന്നു. ഞാൻ മാത്രമല്ല ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ അപ്പോയിന്റ്മെന്റ് വെയിറ്റ് ചെയ്യാണ് ഞാൻ. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും വൈകാതെ തന്നെ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആശംസിക്കുന്നു. Thank you. അപ്പൊ എന്താണെങ്കിലും കിരൺ പെർഫോമൻസിന് വേണ്ടി റെഡി ആണല്ലോ. ഒരു യൂണീക്ക് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്, അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് സമയം വൈകാതെ കാണാം അല്ലേ? ഓക്കെ, സോ ലെറ്റ്സ് ഡു ഇറ്റ്. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? ചിറകെടുത്ത് ചാരം. എന്റെ പൊന്നു മാമച്ച, നമുക്ക് ആവശ്യമുള്ള കാശ് നമ്മൾ എടുക്കണം. അത് അച്ഛൻ്റെ പേഴ്സാണോ അമ്മയുടെ PF ആണോ? എടാ ഇവിടെ വാടാ. അയ്യടാ, ഈ താരകൊട്ട അതോടാ പല്ല് തേക്കുന്നേ. ഊതടാ. മോഹനമില്ലേ അമ്മേ, മറ്റേ അർജന്റീനക്കാരുടെ ഫ്ലെക്സിന്റെ താഴെ അമ്മയുടെ ഫോട്ടോ. ഓ എടാ എൽഡോ, തള്ളി ഒടിക്കടാ അവന്റെ കൈയും കാലും. രാഘവോ രാജപ്പോ, നീ ഒളിച്ചിരുന്നോ? മലയാള സിനിമയിലോ എനിക്കൊരു റേക്കായിരുന്നു ചാതോട്ട്, അതിന് വിശേഷം റേക്കായിരുന്നു. എനിക്കാരെയും പേടിയില്ല. മലയാള സിനിമയിൽ ഒരു പുതിയ ചിത്രത്തെ കുറിച്ച് ചിന്തിച്ചു വരികയാണ്. ഞാൻ അടങ്ങുന്ന എൻ്റെ സമൂഹത്തിന്റെ ഒരു നല്ല നടനാകണമെങ്കിൽ ജീവിതാനുഭവങ്ങൾ വേണം, നിരീക്ഷണ ബോധം വേണം. നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ. ഞാനും ലാലുമായിട്ടുള്ള ബന്ധം കൊച്ചിൻ കലാഭവൻ മുതൽ തുടങ്ങിയതാണ്. അവിടുന്നുള്ള മാജിക് അങ്കിൾ പറയുന്ന പോലെ അങ്കിളുടെ കയ്യിലുള്ള ബോക്സ് വിഷ്ണുവിന് തന്നിട്ടാ, വിഷ്ണുവിന്റെ കയ്യിലുള്ള ബോക്സ് അങ്കിളുടെ. പരിധി പറഞ്ഞ പപ്പടം ഒന്ന് പരിധി പറഞ്ഞാലോ പപ്പടം വണ്ടിയിലെ കാഴ്ചിരിക്കുന്നു ഉള്ളിയെ കാണാൻ കൊതിച്ചിട്ടാ. മലയാള സിനിമ എന്ന് പറയുന്നത് പുതിയ പുതിയ അഴങ്ങളിലേക്കുള്ള റോയിലി മുഴകണു. എന്തൊക്കെയാ ഞാൻ മുഴകണ്ടി? എന്റെ ലക്ഷ്മി കാർത്തികേയ, കയ്യൂക്കിന്റെ ഭാഷ നിനക്ക് മാത്രമേ ഭാഷ ഉള്ളൂ, നീ കരുതരുത്. അവൻ തോക്ക് പ്രസ്ഥാനം ഉപയോഗിക്കാം, പക്ഷെ പ്രസ്ഥാനം ഒരിക്കലും തോക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്റെ വാക്കുകളല്ല മാവോട്. ഞാനും എൻ്റെ മോനും തമ്മിൽ ഗുരുവായൂരപ്പനാണ്, ഒരു കുഴപ്പവുമില്ല. ചിലരൊക്കെ പറഞ്ഞുണ്ടാ KPCC പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എന്നെ എൻ്റെ അച്ഛനെ കൂടി ഒതുക്കാൻ നോക്കണ്ട, നടക്കില്ല. അത് ചെയ്യുന്ന കൊട്ടാരക്കര ഗണപതി, മംഗലാംകുന്ന് അയ്യപ്പൻ എല്ലാം ഒന്നൊന്നര ആനകളാ. ഉണ്ണിത്താൻ ചേട്ടൻ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, പണ്ട് നിഷ്പക്ഷമായ അന്വേഷണമാണല്ലോ ഗവൺമെന്റ് നടത്തുന്നത്. എനിക്ക് വരെയുള്ള കാര്യങ്ങൾ അവരുടെ മുഖത്ത് നോക്കി പറയുന്ന ശീലമുള്ളതാണ്. അതൊന്നും കേരളത്തിൽ ഇനി KM മാണി കോഴ മേടിച്ചു എന്ന് പറയുന്ന ഒരു പൈശാചികവും മൃഗീയവുമായ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. സംതിങ് വിച്ച് ഈസ് നോട്ട് ഹാപ്പൻ. ഗവൺമെന്റ് വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞു. ഒരു ജാതി ഒരു മതം ആശ്വാസം വിളിച്ച് പറഞ്ഞോണ്ടല്ലോ, എൻ്റെ വായനല്ലോ പൊളിച്ചേക്കും പരമനാറി. നീ എന്തോ ആശ്വാസം പറയുന്നത്? ശരി, നിക്കേനെ പറഞ്ഞു ഇങ്ങ അടുത്ത് വന്നാൽ അമ്മയുടെ ബാബുമോൻ ആ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായമ്മേ. അമ്മേ, എനിക്കും ശരളയ്ക്കും കുട്ടികളില്ലാത്ത കാലത്ത് ഞാൻ ഒറ്റയ്ക്കൊരു കത്തി കളിക്കാനുള്ള സാധനമല്ല, സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ ചോറ്. ഞാൻ നിങ്ങളെ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത്
കാട്ടാപ്പലിന്റെ പെണ്ണിനെ കൊണ്ട് കർണാടകയിലേക്ക് തന്നെയായിരിക്കും മല്ലയ്യ പോയിരിക്കുന്നത്. കഴുതമ്മ നീ പറയുന്നു കേട്ടോ ഫെഡറിക്കേ, എനിക്ക് ഇവിടെ മാത്രമല്ലടാ, അങ്ങേ ഡൽഹിയിലുണ്ടോ പെട്ടി തരാം. അറിയാമേ, ഒരു 2 രൂപ ഇങ്ങ് തന്നിട്ടി. കാലത്ത് കോളേജിൽ കൊണ്ട് വിടുകയും തിരുത്ത് വിളിച്ചു കൊണ്ട് വരികയും വേണം. മീറ്റർ കാശൊന്നും കണക്ക് തോരണം. ഒരു അത്യാവശ്യം പോക്കറ്റ് കൊടുത്തു. ഇനി ആവർത്തിക്കണം. അതാണ് ബുക്ക് ഉണ്ടായിരുന്നാണ്. പിന്നെ അന്നോണ്ട് കണ്ണാടിയിലേക്ക് സ്വാഗതം. കുട്ടിക്കൂറവാകുമ്പോൾ അച്ഛൻ കൂറയും. പക്ഷെ വകടിരു വട്ടപ്പൂജം ഓർമ്മയുടെ അമ്പടിക്കല്ലി വന്നാട്ടെ ഇരുന്നാട്ടെ കുടിക്കാൻ ചായയോ കാപ്പിയോ അല്ലെങ്കിൽ എന്താണ് പേര്? കൊള്ളാം, സ്റ്റൈലൊക്കെ ഉണ്ട്. നാളെ നമ്മൾ കാണുമ്പോഴേ ആ മീശ അവിടെ കാണരുത്. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഇവര് 3 പേരുമാണ് എന്റെ ഹീറോ. എന്റെ കൊച്ചോട്ടൻ രണ്ടും ഗോൾഫിയാണ്. എന്തിനാണ് എന്റെ കൊച്ചോട്ട് കട്ടപ്പനയ്ക്ക് നിൽക്കുന്ന പട്ടി? നിർത്തിക്കേ ഡിംഗോൾഫി ഇല്ലേ? ഇത്രയ്ക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. മഹാമാട്ട വിക്രമം മനസ്സിൽ കൊണ്ടുവരുന്ന അശാനെ അവരെ ചെറിയ ടീമല്ല, ഇളം ടീമാണ്. അവരെന്നെ ഉറക്കണ്ട അശാനെ. എടാ പരനറി, നീ ആരോടാണ് എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? മോന്നണം ട്രാൻസ്ഫർ. അതെടാ, ഞങ്ങൾ തെരുവട്ടികളാ, തെരുവട്ടികൾ കുടമാണില്ല. പക്ഷെ തമ്മിത്തം എന്നറി കൈ കണ്ടോ നീയാ? മറ്റേ തഴമ്പുണ്ടോ നീ? എടാ ലാഹകൾ വക്കച്ച കൊന്നിട്ട് ആരടാ എന്താ പൈസ എടുത്ത പഠിച്ചത് പറഞ്ഞല്ലോ. നീ പഠിക്കോ? വിമൽ സാർ നല്ല മനസ്സാണെന്നും വിമൽ സാറിന്റെ കുറെ പൈസ ഉണ്ടെന്നും വിമൽ സാർ റോഡും. എടാ ജോസ, 1 2 അല്ല 10 ലക്ഷം ഇപ്പൊ പലിശ പോലും ഇല്ലേ? ഹാടി എന്താ തല്ലേ കാശൊക്കെ തരുന്നുണ്ടോ അവര്? എന്റെ കഴുതരായിട്ട് തരുന്നതല്ലോ അവര്. മോനെ അബൂഖാന്റെ നമ്പർ എപ്പോഴാ വരിക? കോമാളി കരയാൻ പാടില്ല. ആഹാ വളിക്കത് ശ്രുതി നാവുൻ പേരെ ചൊണ്ണ. നിങ്ങൾ വളരെ നന്നായിരുന്നു ചെയ്തത്. ഫസ്റ്റ് നിങ്ങൾ വന്ന് ചെയ്ത പോർഷൻ ഇല്ലേ, അത് വളരെ ഗ്രേസ്ഫുൾ ആയിരുന്നു. സെക്കൻഡ് വരണം മിസ്റ്റർ രഞ്ജി ജോർഡൻ. പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ അങ്ങ് കോട്ടമായി തൊട്ടില്ല. സത്യത്തിൽ ഈ കല്യാണം എന്ന് കേട്ടപ്പോഴേ എന്റെ ചങ്കത്തടിച്ചതുപോലെ എനിക്ക് തോന്നിയത്. എന്റെ പൊന്നു സാറുമാര്, ഇതെന്റെ ഒരേ ഒരു പെങ്ങൾ, ഇതെന്റെ ഒരേ ഒരു മോൻ. ഇവനെ കണ്ടാണ് ഞാൻ എന്റെ മോനെ, ഞാൻ നിന്റെ ബാബ, ഇതെന്റെ കുഞ്ഞു പെങ്ങൾ. ഈ കാണുന്നതെല്ലാം നിന്റെയാണ്. അവന്റെ ജീവൻ നമ്മളെ പടച്ചിലടല്ലോ. അതിങ്ങനെ ക്ലോസ് റേഞ്ച് കേൾക്കാൻ വേണ്ടി ഞാൻ തന്നെ കുമ്പാരി. ഇതാണോ ചേട്ടാ വലിയ സർപ്രൈസ്? എന്നാ ഇയാളൊന്നോട്ട് ഒഴി. ഓ മനസ്സിലായി, ആ പരമനാറി. അളിയ, നിങ്ങൾക്കറിയാമോ, 17 തികയാത്ത പാൽക്കാരൻ പയ്യന് കുറെ പെൺകുട്ടികൾ ചേർന്ന് പേടിപ്പിച്ചു. കുമരഗിരി പള്ളി വികാരി ഫാദർ ഒറ്റപ്ലാക്കൻ. ആരി അമ്മേന്റെ ഭരണേ ആഴ്ച നന്നാക്കുന്നില്ല. ഏതാണോടാ പൊന്നീ ഗതരാജമൊത്ത? കാളി ഹൈ റേഞ്ചിലാണെങ്കിലും അങ്ങ് പാർ. എന്റെ പൊന്നു മുകേഷ് ഏട്ടാ, ധർമ്മം പറഞ്ഞനുസരിച്ച് ഞാനും ആരെയും കൂടി ഇവന്റെ വീട്ടിൽ കല്യാണം പോയതാ. എന്റെ പൊന്നു ഏട്ടാ അവിടെ ചെല്ലുമ്പോ ഞാൻ പറഞ്ഞത് മലയാളം, താൻ പറഞ്ഞതും മലയാളം. ഇതിങ്ങനെ തർജ്ജമ ഞാൻ പറഞ്ഞ ഞാൻ സജീവനാണോ? കൊച്ചെ മലയാള സിനിമ കാണാറുണ്ടോ? അവൾ അവിടെ കൃത്യമായി പോയി കാണും ദുർഗെ. അളിയാ രമേശ, നീ ഞാൻ ട്യൂഷൻ എടുത്തളിയാ. അളിയാ the money you deposit in Harris Finance. പെപ്പേ, നമ്മൾ പറഞ്ഞല്ലോ നല്ല കാര്യങ്ങളാണത്. കൊച്ചിറക്ക, ഇതാണ് തോട്ട. ഇല്ലടോ, അപ്പൊ ഓള് കഴിക്കില്ല. ഈ പുട്ടുണ്ടായ കഥയിലേക്ക് പണ്ട് ഒന്നും പറയല്ല. പ്രത്യേകിച്ച് ഇനി പറഞ്ഞോലെ ഇടക്കിടക്കടയില് മാറ്റിയല്ലേ, ഒന്നും പറയില്ല. പടവട നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു 10 എണ്ണത്തിന് പിടിച്ച അത് 9 എണ്ണം. എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. നിങ്ങളിപ്പോ വായിച്ച വേദോസ്തത്തിലെ சீக்கிரம் அந்த இடத்தெல்லாம் காலி பண்ணி அந்த இடத்தெல்லாம் கீறி பண்ணி நம்ம my life between 22 years in 22 years thanks to God. അത്ഭുതകരമായ ഗോൾ, അവിശ്വസനീയമായ ഗോൾ. ഞാൻ വന്നിട്ടെന്ന് சொல்ல, திரும்பி വന്നിട്ടെന്ന് சொல்லடா.
ഇത് അടുത്ത് നിന്ന് കേട്ടിട്ട് എനിക്ക് വരെ ശ്വാസം മുട്ടായിരുന്നു. അപ്പൊ എന്താണെങ്കിലും അടിപൊളിയായിരുന്നു. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരേപോലെ ഈ ഒരു പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇനി ഇതുപോലെയുള്ള ഒരു യൂണീക് പെർഫോമൻസസ് ശരിക്കും പറഞ്ഞാൽ കിരൺ മോഹനിൽ നിന്ന് എല്ലാ പ്രേക്ഷകരും പ്രതീക്ഷിക്കുന്നുണ്ടാവും. അപ്പൊ എന്താണെങ്കിലും കോമഡി മസാലയുടെ ഒരു വേദിയിൽ വന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇത്ര മനോഹരമായ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചതിൽ ഒരുപാട് സന്തോഷം. സോ താങ്ക് യു സോ മച്ച് കിരൺ ആൻഡ് യെസ് താങ്ക് യു. അല്ല വേറൊന്നല്ല, നമ്മുടെ ഇവിടുത്തെ ഇലക്ട്രിക്കൽ ശരിയല്ലെന്ന് തോന്നുന്നു. അല്ല കണ്ടില്ലേ, നമ്മുടെ ലൈറ്റ്സിനൊന്നും ഒരു ഔട്ട് കിട്ടുന്നില്ല. നമുക്ക് KCB-യിലേക്ക് ഒന്ന് വിളിച്ചാലോ? നല്ല കാര്യമായി. കഴിഞ്ഞ വർഷം ഇവിടെ ഒരു ഫീസ് അടിച്ചു പോയിട്ടേ അന്നേരം വിളിച്ച ഇതുവരെ വന്നിട്ടില്ല. ഓ അങ്ങനെ. ചങ്ങാരി നമ്മുടെ എന്താ പ്രശ്നം? എന്താ ചേട്ടനല്ലിപ്പോ പറഞ്ഞ എവിടെ വിളിച്ചു കഴിഞ്ഞാൽ വരില്ല. ഇപ്പൊ പ്രശ്നം വന്നപ്പോ തന്നെ ആള് വന്നല്ലോ. അല്ല ചേട്ടൻ പറയായിരുന്നേ KCB-യിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ 1 വർഷം എടുക്കും വരാന്ന്. ചേട്ടൻ ഇപ്പൊ തന്നെ വന്നല്ലോ, ഈ പ്രശ്നത്തിന് വന്നല്ലേ? ഏത് പ്രശ്നത്തിന്? ഇവിടെ ലൈറ്റ് അതല്ല, കഴിഞ്ഞ വർഷം എന്തോ എഴുതി ഒരു കംപ്ലൈന്റ് ഇട്ട് അത് നോക്കാനായിട്ട്. അടിപൊളി. നല്ല കാര്യം. അല്ല വേറൊന്നല്ല, കഴിഞ്ഞ വർഷം ഒരു ഫീസ് പോയെന്നും പറഞ്ഞു. അത് നോക്കാനായിട്ടോ. എവിടെയാണ് ഫീസ്, എവിടെയാണ് പ്രശ്നം? അവിടെ ആണോ? അല്ലല്ലോ. അല്ല ചേട്ടനെ വിളിച്ച എന്താ ഫോൺ എടുക്കാത്തെ? എന്താ? അല്ല ചേട്ടനെ വിളിച്ച എന്താ ഫോൺ എടുക്കാത്തെ? കൊള്ളാം. ഇതുപോലൊരു പ്രാവശ്യം ഫോൺ എടുത്തിട്ടാണ് എന്റെ വീട്ടിലെ ഫീസ് ഊരിപ്പോയത്. ആ മനസ്സിലായില്ല. പെണ്ണുമ്പിള്ള മേടിച്ചിട്ട് പോയി ഇതുപോലെ പെണ്ണ് ഫോൺ വിളിച്ചപ്പോ ഞാൻ എടുത്തതിന് അന്ന് മനസ്സിലായില്ലേ? ആ ഇതുപോലെ പെണ്ണ് എന്റെ പൊന്ന് അല്ലല്ല, മനസ്സിലാക്കണം. നിങ്ങളൊരു സെലിബ്രിറ്റിയാണ്, നിങ്ങൾ TV-യിലും ഒക്കെ ഇറങ്ങിയിരിക്കുന്ന ആളാണ്. നിങ്ങളുടെ ഒരു കോൾ വരാനായിട്ട് പലരും കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ എന്നെ ആ കുറ്റപ്പെടുത്തരുത്. ഞാൻ ആ തരത്തിലുള്ള ഒരാളല്ല. ഞാൻ സത്യം ഞാൻ അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാർട്ടിയല്ല. അങ്ങനെ എനിക്കറിയാം. എങ്ങനെ പറയും, ഒരു അനുഭവം വന്നപ്പോൾ പിന്നെ ചൂടുവെള്ളത്തിൽ വീണ് പൂച്ച പിന്നെ പച്ചവെള്ളം കണ്ടാൽ പേടിക്കത്തില്ലേ? ആണോ അല്ലയോ? ഒരു അനുഭവം എനിക്ക് വന്നാ, ഒരു പെണ്ണ് വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്ത് എൻ്റെ പെണ്ണുമ്പിള എന്നെ ഇട്ടിട്ട് പോയതാണ് സത്യം. പിന്നെ ഇതുപോലെ സുന്ദരിമാർ വിളിച്ചിട്ട് ഞാൻ എടുത്തിട്ട് അവിടെ എങ്ങനെ ഞാൻ കാല് പിടിച്ചോണ്ടിരിക്കുക ഇങ്ങനെ വാടി എന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് ഇത് എടുക്കാൻ എടുക്കും ഞാൻ. എനിക്ക് അതല്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാവോ, ഇപ്പോഴത്തെ ട്രെൻഡ് അതാന്ന് തോന്നുന്നു. എഞ്ചിനീയർമാരെയും ഡോക്ടർമാരെയും ഒന്നും വേണം, നമ്മളെ പോലെ പാവപ്പെട്ട KCB-മാരെ മതി. നമുക്ക് കാരണന്മാരായിട്ട് ബ്രൂട്ടീഷനിൽ പോകാതെ തന്നെ സൗന്ദര്യം ഉണ്ടല്ലോ. അതുകൊണ്ടായിരിക്കും എനിക്ക് താല്പര്യമില്ല. മനസ്സിലായി ഞാൻ. അല്ല മനസ്സിലാക്കുക. ഹലോ ഇവിടെ അതെ, ഈ KCB-ക്കാര് വിളിച്ചാൽ എന്താ ഫോൺ എടുക്കാത്തതാണ്? ഞങ്ങൾ നല്ല ലോല ഹൃദയരായിട്ടാണ്. എന്താ ലോല? ഞങ്ങൾക്ക് കട്ടിയില്ലാത്ത മനസ്സാണ്. നിങ്ങൾ എന്തിനാ വിളിക്കുന്നത്? ആപത്തുകൾ വിളിച്ചു പറയാനല്ലേ? മരം മുറിഞ്ഞു വീണു, തെങ്ങ് വീടിന് മണ്ടയ്ക്ക് വീണു, പശു കരണ്ടടിച്ച് ചത്തു, ആള് ചത്തു, ഇതൊക്കെ പറയല്ലേ? ഞങ്ങൾക്ക് അങ്ങനെ കേൾക്കാനുള്ളൊരു മനസ്സില്ല. ഞങ്ങൾക്ക് ലോല ഹൃദയരാണ്. അതുകൊണ്ട് എടുക്കാത്തത്. ഭയങ്കര ലോല ഹൃദയ, അതുകൊണ്ട് ഞങ്ങൾ എടുക്കാത്തത്. അല്ല ചേട്ടന്റെ പോസ്റ്റ് ഏതാണ്? എന്റെ പോസ്റ്റ് അങ്ങനെ എന്റെ പോസ്റ്റ് ആയിട്ടൊന്നുമില്ല. കേടായിട്ടുള്ള എല്ലാ പോസ്റ്റും ഞങ്ങൾക്ക്. അതല്ല ചോദിച്ചേ. പിന്നെ ഈ KCB-യിൽ ചേട്ടന്റെ പോസ്റ്റ് എന്താ? ചേട്ടന്റെ സ്ഥാനം എന്താ? പോസ്റ്റ് ഇത് കേട്ട പ്രശ്നമാണ്. ലൈൻമാൻ. ഇവിടെ നിങ്ങൾക്ക് ഈ KCB-ക്ക് പറയുന്ന പോലെ ഉത്തരവാദിത്വം ഒരു ഉത്തരവാദിത്വമില്ല. ഇതാണ് കാര്യം. എന്താ? KCB-ക്കാർക്ക് ഉത്തരവാദിത്വമില്ല. നമ്മളോട് പുച്ഛം. ഇടോ ഇവിടെ മായമില്ലാത്ത കേരളത്തിൽ എന്തുണ്ട്? പച്ചക്കറി മായമില്ലേ? അരിയിൽ മായമില്ലേ? കടലിൽ കിടക്കുന്ന മീൻ വരെ ഇപ്പം മായം ചേർത്തരുത്. സത്യല്ലേ? സത്യമാണോ? ഞങ്ങൾ തരുന്ന സാധനത്തിന് മാത്രമേ ഉള്ളൂ മായമില്ലാത്തത്. കറണ്ടിന് മാത്രം. എന്താ മായമില്ലാത്ത? മായമില്ലെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? നിങ്ങൾ തൊട്ട് നോക്കണം. നിങ്ങൾ തൊട്ട് നോക്കണം. കറണ്ട് അടിച്ചില്ലെങ്കിൽ മായം, കറണ്ട് അടിച്ചാൽ ഒറിജിനൽ. തൊട്ട് നോക്കണം. അറിയോ, എന്റെ വീട്ടിൽ ഭയങ്കര കറണ്ട് ബില്ല് വരികയാണ്. ആണോ? നിങ്ങൾ ഫ്രിഡ്ജ് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ടോ? വീട്ടിൽ ഫ്രിഡ്ജില്ലല്ലോ. ഗ്രൈനർ എന്നാ ഒരാഴ്ചത്തേക്കുള്ള അരിയൊക്കെ ആട്ടി വെക്കുന്നത് ഗ്രൈനറിന്റെ? ഇല്ലല്ല, വീട്ടിൽ ആട്ടുകല്ലും അരകല്ലും ഉണ്ട്, അതിലാണ് ചെയ്യുന്നത്. അപ്പൊ AC കണ്ടമാനം ചെലവാക്കുന്നുണ്ട്. AC ഇല്ല ചേട്ടാ. അപ്പൊ ഫാൻ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. എന്തിന് കണ്ടത്തിന്റെ സൈഡിൽ, ഈ പുഞ്ചയുടെ സൈഡിൽ ഫാനിന്റെ ആവശ്യമില്ല. അങ്ങനെയുള്ള ഭയങ്കര കറണ്ട് ബില്ല് വരികയാണ്. കറണ്ട് ബില്ല്. അപ്പൊ നിങ്ങൾ ലൈറ്റ് ഒരുപാട് ഉപയോഗിക്കുന്നത്? 7 മണിക്ക് കിടന്നുറങ്ങും ഞങ്ങള്. പിന്നെ ഞങ്ങൾക്ക് എന്തിനോട് ഓവറായിട്ട് ലൈറ്റ് യൂസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയാണോ? അതെ. അപ്പൊ ഞാൻ രാവിലെ വീട്ടിലോട്ട് വരാം. ഇത് കംപ്ലൈന്റ് നോക്കാനാണോ? കംപ്ലൈന്റ് നോക്കാനല്ല, നിന്റെ വീട്ടിലെ ഫ്യൂസ് ഊരിക്കൊണ്ട് പോരാനാ. 7 ഒരു പുല്ലും അവന്റെ വീട്ടിൽ ഇല്ല. 7 മണിക്ക് കിടന്ന് ഉറങ്ങുകയും ചെയ്യും. പിന്നെ അവനെന്തിനാ കറണ്ട്? അത് ഊരിക്കൊണ്ട് പോന്നാ പോരെ. അത് ചേട്ടാ, അതെ എന്റെ വീട്ടിന്റെ അടുത്ത് ഒരു പോസ്റ്റ് ഉണ്ട്. കാറ്റടിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കറണ്ട് പോകും. അതെ. പിന്നെ നിങ്ങളെ വിളിച്ചാൽ കിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ കയറി അങ്ങ് റെഡിയാക്കും. ആണോ? കാറ്റടിച്ചാൽ കറണ്ട് പോകും. അതൊരു കാര്യമുണ്ട്. കാറ്റടിച്ചാൽ പുള്ളിയെ റെഡിയാക്കി കൊടുക്കും. ഞാൻ റെഡിയാക്കും. അപ്പൊ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. കാറ്റടിച്ചാൽ കറണ്ട് പോകും.
കറണ്ട് തൊറ്റാലും കാറ്റ് പോകും. മനസ്സിലായോ? കറണ്ട് തൊറ്റാൽ കാറ്റും പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അതൊക്കെ നോക്കാൻ ഞങ്ങളുണ്ട്. ഞങ്ങൾ വന്ന് ശരിയാക്കിക്കോളാം. നിങ്ങൾ ശരിയാക്കും, അതുകൊണ്ടാണല്ലോ ഞങ്ങൾ തന്നെ ആരോട് KCB എടുത്തത്? അതെൻ്റെ വിദ്യാഭ്യാസം. അത് എൻ്റെ വിദ്യാഭ്യാസമാണ്. എന്ത് വിദ്യാഭ്യാസം? എന്ത് വിദ്യാഭ്യാസം? എൻ്റെ അനിയനാണെങ്കിൽ +2 ജയിച്ചവനാണ്. അവൻ വായി നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. 10ാം ക്ലാസ്സിൽ തോറ്റ ഞാൻ ഗവൺമെൻറ് ശമ്പളം വാങ്ങി. മനസ്സിലായില്ലേ? 10ാം ക്ലാസ് തോറ്റവർക്ക് മാത്രമേ ഈ ടെസ്റ്റ് എഴുതാൻ പറ്റൂ. അങ്ങനെ കിട്ടിയ ജോലിയാണ് എനിക്ക്. അപ്പോൾ എനിക്കും എഴുതാൻ പറ്റുമല്ലേ? അത് സാധ്യത കുറവാണ്. എന്താ? 10ാം ക്ലാസ് തോറ്റവർക്ക്, 7ാം ക്ലാസ് തോറ്റവർക്കല്ല. എൻ്റെ പൊന്നു ചേച്ചി, ഞാൻ വാശിപ്പുറത്താണ് ഈ ജോലി. സത്യം. ഞാൻ ഈ ജോലിക്ക് ഇറങ്ങിയത് ഈ ടച്ച് എഴുതി ഞാൻ കയറിയതാണ്. എൻ്റെ അച്ഛനെ കറണ്ട് കൊണ്ടുപോയതാണ്. നിങ്ങളുടെ അച്ഛനാ തേങ്ങാപ്പൂളോ? എടോ അതല്ലെന്ന്. എൻ്റെ അച്ഛൻ കണ്ടടിച്ചാണ് മരിച്ചത്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. അതായത് വാട്ടർ ബില്ല് അടയ്ക്കുന്നത് എൻ്റെ അച്ഛനായിരുന്നു, കറണ്ട് ബില്ല് അടയ്ക്കുന്നത് എൻ്റെ അമ്മയും. അവർ തമ്മിങ്ങനെ ഈ അടവിൻ്റെ കാര്യം പറഞ്ഞ് എന്തോ പ്രശ്നമുണ്ടായി, രണ്ടുപേരോട് വഴക്കായി. ഇത് കേട്ടപ്പോൾ സഹിക്കാൻ വയ്യത് അമ്മയ്ക്ക് ഭയങ്കര മുൻകോപി. അമ്മ എന്തെന്ന് അറിയാം, വാട്ടർ ബില്ലിൻ്റെ മാത്രമേ ഉള്ളൂ ഇവിടുത്തെ കണക്ക് പറയാൻ. നിങ്ങൾക്ക് കറണ്ട് ബില്ല് ഞാൻ അടയ്ക്കുന്നത് നിങ്ങൾക്ക് അതൊന്നും നിങ്ങൾ വിഷയമല്ലല്ലോ. ഞാൻ കഷ്ടപ്പെട്ട് വാട്ടർ ബില്ല് അടയ്ക്കുന്നില്ല. നിങ്ങളുടെ വാട്ടർ ബില്ല് ഉണ്ടാക്കി വരുന്നതെന്ന് പറഞ്ഞ് വന്നിട്ട് എന്നിട്ട് ഈ വാട്ടർ ബില്ല് ഇങ്ങനെ ബില്ല് ഈ മീറ്റർ അടിക്കില്ല, മീറ്റർ വാട്ടർ മോട്ടറിൻ്റെ അത് വന്ന അമ്മ അടിച്ചങ്ങ് പൊട്ടിച്ചു. നിങ്ങളുടെ വാട്ടർ ബില്ലെന്നും പറഞ്ഞു. ഇത് കണ്ടപ്പോൾ അച്ഛന് രോഷം വന്നു. അദ്ദേഹം ചെറിയ രോഷക്കാരനാണ്. സത്യം. അച്ഛനെന്തെന്നറിയോ, ഒരു കമ്പവടി എടുത്തിട്ട് വന്ന് മീറ്റർ നോക്കി, കറണ്ട് മീറ്റർ ഇല്ലേ, മീറ്റർ നോക്കി പട്ടാന്ന് മതി 2-3 അടി കമ്പി വടി വെച്ച്. പിന്നെ ഒരുപാട് ലാഭമൊക്കെ ഉണ്ടാക്കിയിട്ട് അച്ഛൻ പോയത്. വിറവൊന്നും വേണ്ടി വന്നില്ല. നിന്ന് കത്തുമായിരുന്നു, നിന്ന്. സത്യം. ഈ കറണ്ട് ബില്ല് കുറയ്ക്കാനുള്ള ലാഭിക്കാൻ എന്തെങ്കിലും ഒരു ട്രിക്ക് പറഞ്ഞു. കറണ്ട് ബില്ല് ലാഭിക്കാൻ ഫ്രിഡ്ജ് ഉണ്ടോ വീട്ടിൽ? ഫ്രിഡ്ജ് വേണം. ഫ്രിഡ്ജുണ്ട്. അതൊന്ന് കുറച്ചാൽ മതി, അതിൻ്റെ ഉപയോഗം കുറച്ചാൽ മതി. അല്ല അത് വേണം. അല്ല ഉപയോഗം കുറയ്ക്കാൻ പറ്റില്ല. ഉപയോഗം കുറയ്ക്കാൻ പറ്റില്ല. മൊത്തത്തിലും വീട്ടിൽ ഭയങ്കരമായിട്ട് എല്ലാ ജോലിയും ഒക്കെ ചെയ്യണത് എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങളാണ് ആണ്. അപ്പോൾ അതെല്ലാം പ്രവർത്തിക്കണം. എല്ലാം പ്രവർത്തിക്കുകയും ചെയ്യണം. കറണ്ട് ബില്ല് കുറയ്ക്കണം. അത് ഇപ്പൊ എന്താ വേണം? ഞാൻ എന്താ വേണ്ട? മീറ്ററിൽ അതിന്റെ റീഡിങ് വരാത്ത രീതിയിൽ എന്തെങ്കിലും അതിനൊരു ട്രിക്ക് ഉണ്ടോ? സത്യം ഞാൻ ചോദിച്ചോട്ടെ, പൈസ അടയ്ക്കരുത്, മീറ്ററിൽ ഇതൊന്നും വരരുത്, എല്ലാം നമുക്ക് ഉപയോഗിക്കുകയും വേണം, കല്ല് അടയ്ക്കാനും പറ്റരുത്. അതല്ലേ ഉദ്ദേശിച്ചത്? ഇതാണ് 100-300 രൂപ വരെ വന്നോട്ടെ, കുഴപ്പമില്ല. ഇല്ല, അതും വേണ്ടാന്ന് എൻ്റെ ആഗ്രഹം. നല്ല മനുഷ്യനാണ്. അപ്പൊ ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ഇത് ആരോടും പറഞ്ഞു കൊടുക്കരുത്. ആദ്യം പറഞ്ഞല്ലോ, എന്റെ ജോലി പോകുന്ന വിഷയമാണ്. ആരോടും പറഞ്ഞു കൊടുക്കരുത്. അതായത് ഈ മീറ്റർ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു പച്ച വയറും ഒരു ചുവപ്പ് വയറും മേളിൽ താഴോട്ട് ഇങ്ങനെ കൊടുത്തേക്കുന്നില്ലേ? കണ്ടിട്ടില്ലേ? അപ്പൊ അത് നിങ്ങളോട് കേട്ടോ, കുഴപ്പമില്ല, വീട്ടിൽ ചെയ്തു. എന്നിട്ട് ഈ പച്ച വയർ ഇളക്കണം. ഇളക്കിയിട്ട് ഇങ്ങനെ പിടിക്കും. അപ്പോൾ അത് പിന്നെ ഒരു കാര്യം, ഇത് കറണ്ടുള്ള സമയത്ത് ചെയ്യാവൂ. ഈ പിന്നെ മീറ്റർ ഓൺ ചെയ്തിട്ടേ ഇത് ചെയ്യാവൂ. ഇല്ലെങ്കിൽ അത് റീഡിങ്ങിൽ കറക്റ്റായിട്ട് തെളിയും. ഓഫ് ചെയ്തിട്ട് ചെയ്യരുത്, മനസ്സിലായില്ലേ? ഓൺ ചെയ്തിട്ടേ ചെയ്യാവൂ. പച്ച വയർ എടുക്കണം. എന്നിട്ട് അതിൻ്റെ അറ്റത്ത് ഈ കമ്പി, ചെറിയ ചെറിയ കമ്പി ഉണ്ടല്ലോ, അതിങ്ങനെ ഒന്ന് തിരിടി ഒന്ന് സെറ്റാക്കി വെച്ചേക്കണം. എന്നിട്ട് ഈ ചുമന്ന ഇതിന് പിടിവിടരുത്. എന്നിട്ട് ചുമപ്പ് വയർ വലിച്ചിളക്കണം. എന്നിട്ട് അതിൻ്റെയും ഈ ഇതൊന്ന് അതിന് കറണ്ട് കാണും. അത് വെച്ചിട്ട് ഇത് രണ്ടും കൂട്ടി ഒന്ന് കൈ വെച്ചൊന്ന് യോജിപ്പിക്കണം. അയ്യോ, അപ്പൊ ഞാൻ ചത്തുപോലെ? നീ ചാവണമല്ലോ, നീ ചാവണം. നീ ചത്താപ്പിയാൽ നിനക്ക് കണ്ടപിടിയിൽ അടക്കണ്ടല്ലോ. ഇങ്ങനെ ലാഭിക്കുന്നവരൊക്കെ ഭൂമിക്ക് നിൽക്കുന്നില്ല, ചാവുന്നല്ലോ നല്ലത്. നടക്കുക. ഇവിടെ ശരിയാക്കി കൊടുക്കണം പറഞ്ഞു വന്ന ഇനി ഞാൻ ചെയ്ത് കൊടുക്കാം. ഞാൻ ചെയ്ത് കൊടുക്കാം. കണ്ടടയ്ക്കാൻ വയ്യ എനിക്ക് വയ്യമ്മ. ഇതൊക്കെ മനുഷ്യനാണോ? ഭയങ്കര സെലിബ്രിറ്റിയാണ്, പൈസ ഉള്ളവന്മാരാണ് അവന്മാര്. എന്നിട്ടാണ് ഞാൻ ഈ പണി കാണിക്കുന്നത്. ഇനി ഇടയ്ക്ക് വിളിച്ചോ, ഞാൻ എടുത്തോളാം. വീണ്ടും കണ്ടുമുട്ടുന്നതായിരിക്കും. അതുവരെ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.